So hello everyone and again welcome back to the channel. ഇന്ന് 4-ാം തീയതിയാണ് സെപ്റ്റംബർ. അത്തം ദിനമാണ്. ഓണത്തിൻ്റെ എല്ലാ ഉത്സവങ്ങളും തുടങ്ങുന്ന ഒരു ആഴ്ചയാണ്. പക്ഷെ നമ്മളിപ്പോൾ എവിടെയാണ്? ചിത്തോഡ്ഗഡിലാണ്, രാജസ്ഥാനിൽ. മഹാറാണ പ്രതാപ് എന്ന വലിയൊരു രാജ്പൂത് രാജാവിൻ്റെ സ്വന്തം നാടായ ചിത്തോഡ്ഗഡിലാണ്. സോ ഇതാണ് ഹോട്ടൽ റൂം. ഇന്നലെ ഞാൻ കാണിച്ചത്. ഇപ്പോൾ ഹോട്ടലിൽ സ്റ്റക്കായിരുന്നു. ഇന്ന് നല്ല മഴയാണ് രാവിലെ തൊട്ട്. അപ്പോൾ വണ്ടിയുടെ ചെയിനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ലൂബൊക്കെ ചെയ്ത് വെച്ചിരിക്കുക. ഇനി ഞാൻ ലൂബ് ചെയ്യുന്നില്ല കന്യാകുമാരി എത്തുന്നവരെ, ബിക്കോസ് ഇട്ടിരിക്കുന്നത് നമ്മുടെ റോളോണ്ട് വൈറ്റ് ചെയിൻ ലൂബ്. അത് സോ ഇവിടെ നിന്ന് നമ്മളിന്ന് യാത്ര ചെയ്യുന്നു. ഇന്നത്തെ സ്റ്റോപ്പ് മിക്കവാറും ഔറംഗാബാദാണ്. ഓൾമോസ്റ്റ് 650 കിലോമീറ്റേഴ്സിൻ്റെ റൈഡ് ഉണ്ട്, അതും മഴയിൽ. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി ടഫ്. വലിയ റെക്കോർഡിംഗ് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. സോ whatever it is there, I'll just capture it and I'll show it to you. കുറേ സമയം വേസ്റ്റായി. ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് 9 മണിയായി. മഴ കാരണം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. മഴ തോന്നിട്ട് ഇറങ്ങാൻ, പക്ഷേ മഴ തോറുന്നില്ല. നല്ല മൂടിക്കിടക്കുകയാണ് ആകാശം മുഴുവൻ. സോ ലെറ്റ്സ് ഗെറ്റ് ഗോയിങ് ആൻഡ് ലെറ്റ്സ് ഗെറ്റ് ഓൺ ദ റോഡ്. സമയം 9 മണി കഴിഞ്ഞ് 8 മിനിറ്റായി. യാത്ര തുടങ്ങാനുള്ള സമയവുമായിരിക്കുന്നു. നല്ല ലേറ്റായി. ഒരു 8 മണിക്കെങ്കിലും ഇറങ്ങിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു തന്നെ. എന്നാൽ മഴയാണ് നോക്കി. അതുകൊണ്ട് ഇന്നത്തെ ദിവസം മിക്കവാറും വ്ളോഗിങ് ഒന്നും നടക്കാൻ പോകുന്നില്ല. എന്തായാലും ഡ്രോൺ പറപ്പലും നടക്കാൻ പോകുന്നില്ല. സോ പ്രത്യേകിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഞാൻ ഈ ക്യാമറ ഇടയ്ക്കിടയ്ക്ക് വിചാരിക്കുമല്ലോ പോളിത്തീനിലൊക്കെ കെട്ടി ട്രൈ ചെയ്താലോ, അങ്ങനെയെങ്കിലും കുറച്ച് വ്ളോഗിങ് നടക്കും. പിന്നെ ഞാൻ വിചാരിക്കും വെള്ളം കയറി നിന്ന് കഴിഞ്ഞാൽ അത് വേറൊരു പ്രശ്നമായി മാറും. ഭയങ്കര മഴ. റെയിൻ കോട്ടൊക്കെ ഇട്ട് ഇന്ന് ഫുൾ റെയിൻ ഗിയറിൽ. ഇന്ന് ഇവിടെ തൊട്ട് ഔറംഗാബാദ് വരെ നല്ല ഫുൾ മഴയാണെന്നുള്ള ഫോർകാസ്റ്റാണ് കാണിക്കുന്നത്. വടക്കേ ഇന്ത്യയിൽ എന്തുവാണോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നും മനസ്സിലാകുന്നില്ല. ചിത്തോഡ്ഗഡ് ഫോർട്ടിലേക്ക് 6 കിലോമീറ്ററാണ് കാണിക്കുന്നത്. ദാറ്റ് ഈസ് ക്വൈറ്റ് എ ഡിസ്റ്റൻസ് ഇഫ് യു ആസ്ക് മീ. 9 മണിക്കാണ് തുറക്കുന്നത്. അതിന് തുറന്ന് ഞാൻ അതിൻ്റെ അകത്തൊന്നും പോയിരുന്ന് സമയം കളയുന്നില്ല. ബിക്കോസ് അങ്ങനെ പോയ പിന്നെ അവസാനം ഇന്ന് ഔറംഗാബാദിൽ നിന്ന് രാത്രി ആയാലും എത്താൻ പറ്റത്തില്ല. സോ ഇന്നത്തെ ഒരു പ്ലാൻ വളരെ സിമ്പിളാണ്. എത്രയും വേഗം ചിത്തോഡ്ഗഡ് ഫോർട്ട് കാണുക, അത് കഴിഞ്ഞിട്ട് ഹൈവേ പിടിക്കുക. ഒരു ഡീസൻറ്റ് ഹൈവേ ആണെന്നാണ് ഞാൻ കണ്ടപ്പം തോന്നിയത് എനിക്ക്. നാഷണൽ ഹൈവേ 52-ലായിരിക്കും മിക്കവാറും നമ്മൾ ഔറംഗാബാദ് വരെ പോകുന്നത്. കണ്ടില്ലേ, നല്ല വെള്ളപ്പൊക്കമൊക്കെയാണ് എല്ലായിടത്തും. ഇറ്റ് ഈസ് നോട്ട് എൻ ഈസി ജോബ് ടു റൈഡ് ടുഡേ. നോക്കാം, ലെറ്റ്സ് ഗെറ്റ് ഗോയിങ്. ചിത്തോഡ്ഗഡ് ഫോർട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഇതാ കാണുന്ന ഒരു കാഴ്ചയാണ്. ഒരു പാലുകാരൻ, അങ്ങേരുടെ വണ്ടിക്ക് ഒരു എക്സ്ട്രാ സൈഡ് സ്റ്റാൻഡ് ഉണ്ട്. നല്ല വെയിറ്റ് കാണും ആ വണ്ടിക്ക്. ബാലൻസ് ചെയ്യാൻ പറ്റില്ലായിരിക്കും. സാധാ സൈഡ് സ്റ്റാൻഡിലും മെയിൻ സ്റ്റാൻഡൊക്കെ പൊക്കണത്താൻ നല്ല സമയം എടുക്കുമായിരിക്കും. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സത്യത്തിൽ ഇപ്പം കാണാൻ പറ്റാത്തൊരു കാഴ്ചകളാണ്. ഈ പാലുകാരന്മാർ ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ പോയി നമ്മുടെ നാട്ടിൽ നിന്നുള്ള കാലം. എനിക്ക് എൻ്റെ ചെറുപ്പത്തിൽ നല്ല ഓർമ്മയുണ്ട്. ഈ പാല് കൊടുക്കാൻ ഈ അങ്കിളുമാർ വരുമായിരുന്നു, ഞാൻ ഈ പാത്രം എടുത്തുകൊണ്ട് പോകുമായിരുന്നു. ഇപ്പം എല്ലാം മിൽമ പാക്കറ്റും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ആ ഒരു സമ്പ്രദായം നിന്നുപോയി. അതാ ചിത്തോഡ്ഗഡ് ഫോർട്ട് കണ്ടില്ലേ, ഇതാണ് മഹാറാണ പ്രതാപ് എന്ന വലിയൊരു മനുഷ്യൻ്റെ, ഒരു വലിയ രാജാവിൻ്റെ, ഒരു ധീരപുത്രൻ്റെ സ്വന്തം ഇത് ഇവിടുത്തെ ദ്വാരമാണെന്ന് തോന്നുന്നു. ദ എൻട്രൻസ് ടു ദി ചിത്തോഡ്ഗഡ് ഫോർട്ട്. സോ നമ്മളിപ്പോൾ ദാ ചിത്തോഡ്ഗഡ് ഫോർട്ടിൻ്റെ സൈഡിൽ കൂടെ വണ്ടി ഓടിക്കുകയാണ്. വാവ് ചിത്തോഡ്ഗഡ് ഫോർട്ട്. എത്ര വർഷത്തെ ചരിത്രമുണ്ട് ഈ ഒരു സ്ഥലത്തിന്. അക്ബർ ചക്രവർത്തി ഇതിൻ്റെ മേത്തൊരു സീജ്, അതായത് ഒരു എന്താ പറയുക, എനിക്ക് മലയാളത്തിൻ്റെ വാക്കുകളൊന്നും അറിഞ്ഞുകൂടാ. സീജ് ഓഫ് ചിത്തോഡ്ഗഡ് എന്ന് പറയുന്ന ഒരു വലിയൊരു ചരിത്രപ്രധാനമായ ഒരു കഥയാണ്. बस राउंड करके निकल रहा हूँ. बारिश हो रही है, सारे सामान निकालना मुश्किल है. हाँ वो भी है. ऐसे जाके मैं ऐसे राउंड मार के निकल पूरा एक राउंड कर लेना. हाँ तो इधर से जाओ तो भी पूरा राउंड हो जाएगा. राउंड हो जाएगा. ओके. आप इधर से जाओ तो बेस्ट रहेगा. हाँ. टूर्नामेंट वगैरह आएंगे ना. हाँ. देखते हैं मंदिर वगैरह सब फ्री, उनका टिकट नहीं है. हाँ. इधर से क्या है फिर? इधर से भी जा सकते हो. हाँ. दोनों तरफ से. इधर से जाओगे तो इधर से होके आओगे. जैसे നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ചിത്തോഡ്ഗഡ് ഫോർട്ടിൻ്റെ അകത്ത് എന്തായാലും കയറാനുള്ള ഒരു അവസ്ഥയിലല്ല. ഒരു പട്ടി. സോ ബ്യൂട്ടിഫുൾ ചിത്തോഡ്ഗഡ് ഫോർട്ടിനെ നമ്മൾ ജസ്റ്റ് വണ്ടി ഓടിച്ച് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. ഇത് കണ്ടില്ലേ, ചെറിയ ചെറിയ ഓട്ടകൾ. ഇത് ഓട്ടയല്ല, ഇവിടെ നിന്നായിരുന്നു ആൾക്കാർ തോക്ക് വെച്ച് ശത്രുക്കളെ വെടിവെച്ച് വിടുന്നു, അല്ലെങ്കിൽ അമ്പ് കൊണ്ട് ആൾക്കാരെ വീഴ്ത്താൻ വേണ്ടി സെറ്റപ്പായിരുന്നു അന്നത്തെ കാലത്ത്. സോ എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിക്കാം മാക്സിമം. നേരെ പറഞ്ഞാൽ 13 കിലോമീറ്ററിൻ്റെ റൗണ്ട് ഉണ്ട്. നിൻ്റെ അമ്മോ, അത്രയും വലിയ ഫോർട്ടാണ്, അറിഞ്ഞില്ല. എന്തായാലും വേഗം നമുക്ക് റൗണ്ട് അടിക്കാം. രാജാവിൻ്റെ മെഹൽ, അതായത് ചിത്തോഡ്ഗഡ് മെഹൽ അതാണ്. ഇനി മുമ്പോട്ട് പോകുന്നതാണ് വിജയസ്തംഭ്. ഞാൻ കാണിച്ചു തരാം വിജയസ്തംഭ് എന്താണ്. ഇതാണ് ഒരു വിജയസ്തംഭ്. അടിപൊളിയല്ലേ?
പിന്നെ ആർക്കിടെക്ചറെ നോക്കിയോ, വിജയസ്തംഭ്. നമ്മുടെ ഫോർട്ടിനകത്തുള്ള ഒരു ജൈൻ അമ്പലമാണിത്. ഇതിൻ്റെ പേരാണ് കീർത്തി സ്തംഭ്. എഴുതിയിരിക്കുന്ന കീർത്തി സ്തംഭ് ജൈൻ ധർമ്മ की आस्था का केंद्र कीर्ति स्तंभ पर जूते चप्पल ना पहने. ബേസിക്കലി ഇതെന്തോ ജൈൻ മതമായി സംബന്ധപ്പെട്ട ഒരു സാധനം. ഞാൻ ഇത് വിജയസ്തംഭാണ്. കുറച്ചൊക്കെ മേഘങ്ങൾ ക്ലിയർ ആയപ്പോഴത്തേക്കും നമുക്ക് ഇവിടുത്തെ മ്യൂസിയം കം പാലസ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇത് അവിടെയാണ് വിജയസ്തംഭം, അവിടെ കാണുന്നുണ്ട്. എന്തായാലും യാത്ര തുടരാം. കുറേ ഇതുപോലെ കാഴ്ചകളുണ്ട് ചിത്തോഡ്ഗഡിൽ. കാണുന്ന ഏറ്റവും വലിയൊരു പില്ലറാണ് വിജയസ്തംഭം. ഇത് കാണണമെങ്കിൽ നമ്മൾ വണ്ടിയൊക്കെ വെച്ചിട്ട് അകത്ത് കയറേണ്ടി വരും. സോ വിജയസ്തംഭം ഇതിൻ്റെ ഒരു കൂടെ ഫോട്ടോ എടുക്കാൻ പറ്റാതായിപ്പോയി. അതല്ലോ നല്ല മഴയാണ്. ഇറ്റ്സ് വെരി സ്ട്രോങ് നൗ. കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ ഈ ക്യാമറ ഊരി വെക്കും. സോ അത്രേ ഉള്ളൂ ഗൈസ്. താങ്ക് യു. സോ നമ്മൾ ചിത്തോഡ്ഗഡ് ഫോർട്ട് വിടുകയാണ്. കൂടെ സമയം ഇവിടെ സ്പെൻഡ് ചെയ്യണം എന്നുണ്ടായിരുന്നു എനിക്ക്. നല്ലൊരു പ്ലാൻ ഉണ്ടായിരുന്നെങ്കിൽ, ബിക്കോസ് ചിത്തോഡ്ഗഡ് ഫോർട്ട് വളരെ ഫേമസ് ആണ്, വളരെ ചരിത്രപ്രധാനമായ സ്ഥലമാണ്. ഈ സ്ഥലത്തൊക്കെ ഇന്ന് നമുക്ക് റോഡുണ്ട്, വണ്ടിയൊക്കെ കയറി വരാൻ പറ്റും. ഒരു കാലത്ത് അക്ബർ ചക്രവർത്തി അങ്ങേരുടെ ഒരു 10,000-കണക്കിനുള്ള പട്ടാളക്കാർ വെളി വന്ന് വായി നോക്കി ഇരുന്നിട്ടുണ്ട് മാസങ്ങളോളം. എന്നാൽ മഹാറാണ പ്രതാപ് അദ്ദേഹം ഒരു വേറൊരു ടൈപ്പ് മനുഷ്യനായിരുന്നു. കേട്ടിടത്തോളം ആള് ഒരു 7 അടി പൊക്കമുള്ള ഒരു മനുഷ്യനും നല്ല അജാനുബാഹുവായിരുന്നു. അദ്ദേഹം ഫൈറ്റ് ചെയ്യാൻ നേരത്ത് ഒരു കൈ കൊണ്ടല്ല ഫൈറ്റ് ചെയ്യുന്നത്, 2 കൈയിലും നല്ല ഒരു 10-25 കിലോ വെയിറ്റ് ഉള്ള വാളുണ്ടായിരുന്നു. അങ്ങനെ 2 വാൾ കൊണ്ടൊക്കെയാണ് ആൾ ഫൈറ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ കഥകളെ ബാക്കിയൊക്കെ ഞാനിനി ലഞ്ച് ബ്രേക്കിൽ കുറച്ച് ഇരിക്കാൻ നേരത്ത് ഞാൻ പറയാം. സോ ദ ടൈം ബീങ് ലെറ്റ്സ് ലീവ് ഫേവറേറ്റ് ചിത്തോഡ്ഗഡ് ഫോർട്ട്. ഇത് വന്ന് കാണാൻ പറ്റി, വണ്ടി ഇതിനകത്ത് കയറ്റാൻ പറ്റി. ഇത് തന്നെ ഒരു വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. ഇടയിൽ ഒരു വേറൊരു കാര്യം സംഭവിച്ചു. നമ്മുടെ വണ്ടി 40,000 കിലോമീറ്റർ ക്രോസ് ചെയ്തിരിക്കുകയാണ്. ഞാൻ ഇന്നലെ രാത്രി കണ്ടപ്പോൾ ഒരു 4 കിലോമീറ്റർ കുറവായിരുന്നു 40,000 കിലോമീറ്റർ, 96 എന്നാണ് കാണിച്ചിരുന്നത്. ഇപ്പം ചിത്തോഡ്ഗഡെല്ലാം കറങ്ങി വന്നപ്പോഴത്തേക്ക് കുറച്ച് എക്സ്ട്രാ കിലോമീറ്ററായി. എനി ഹൗ more than 40,000 kilometers on this bike in 2 years. It's a great feeling. ചിത്തോഡ്ഗഡിൽ നിന്ന് ഇറങ്ങണമെന്ന് വിചാരിച്ചാലും അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. അതാ നോക്കിയേ, രാവിലെ 2-3 മണിക്കൂറാണ് ചാറ്റൽ മഴ പെയ്ത്. അപ്പോൾ തന്നെ അതിൻ്റെ അവസ്ഥ എങ്ങനെയായി. പാങ്കോങ് സോയിലെ വാട്ടർ ക്രോസിങ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ദൈവം വിചാരിച്ചായിരിക്കും ഒന്ന് കാര്യം ചെന്നി തിരിച്ചു പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് എല്ലായിടത്തും നിനക്ക് ഒരു വാട്ടർ ക്രോസിങ് ഫ്രീ ആയിട്ട് തരാമെന്ന്. 20 minutes later. സോ നമ്മൾ ഫൈനലി അവസാനം നാഷണൽ ഹൈവേ 79 അല്ലെങ്കിൽ 56 ഏതാണ്ടൊരു ഹൈവേ കയറിയിരിക്കുകയാണ്. സോ ഇവിടുന്ന് നേരെ പോയി കുറേ നേരം കഴിഞ്ഞ് റൗട്ട് അടിക്കുവാണെങ്കിൽ നമ്മൾ റത്ലാം എന്ന് പറഞ്ഞ സാധനം, അതായത് മധ്യപ്രദേശിലെ ഒരു സ്ഥലത്തേക്കായിരിക്കും എത്താൻ പോകുന്നത്. ഇവിടുന്ന് റൈറ്റ് അടിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് ഉദയ്പൂർ, വൺ ഓഫ് ദ വെരി ഫേമസ് ഡെസ്റ്റിനേഷൻസ്, ഹോളിഡേ, ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ, വെഡ്ഡിങ്, ഇങ്ങനെ പല കാര്യങ്ങൾക്ക് ഫേമസ് ആയിട്ടുള്ള ഉദയ്പൂർ ആ സൈഡിലോട്ടാണ്. ഞാൻ എന്ന് കൊച്ചിയിൽ നിന്ന് ഇറങ്ങി അന്ന് തൊട്ട് ഞാൻ മഴ കാണുകയാണ്. അപ്പം ഒരു ടോട്ടൽ മോൺസൂൺ ലഡാക്ക് റൈഡായി പോയി സത്യത്തിൽ. ഞാൻ ഒരു സെക്ടർ ഞാൻ വിചാരിച്ച ആദ്യം ഹൈദരാബാദ് വഴി വരുവാണെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു മഴ കുറവൊക്കെ ഉണ്ടാവും, നമുക്ക് നല്ല രസമായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. അല്ല, അവിടെ നല്ല മഴയുണ്ടായിരുന്നു ഹൈദരാബാദ് കഴിഞ്ഞപ്പോൾ തന്നെ. പിന്നെ വടക്കേ ഇന്ത്യ വന്ന് പോകുക, ഇവിടെയൊക്കെ കുറവായിരിക്കും മഴ എന്ന് വിചാരിച്ചു. അവിടെ നല്ല മഴയുണ്ടായിരുന്നു. തിരിച്ചു വരുമ്പം ഒടുക്കത്തെ പേമാരിയായിരുന്നു. രാജസ്ഥാൻ വിടുകയാണ് നമ്മൾ. ഇൻറ്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റ് ഓഫ് മധ്യപ്രദേശ് ആൻഡ് രാജസ്ഥാൻ കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് കുറച്ചും കൂടെ ദൂരം പോകണം, ഈ കാടിൻ്റെ ഇടയിൽ നിന്ന് അത് കാണാൻ പറ്റും. ഇതാണ് ഇൻറ്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റ് 2 സംസ്ഥാനങ്ങളുടെ. സോ ദാറ്റ്സ് ഇറ്റ്. നമ്മൾ ഇപ്പം രാജസ്ഥാൻ വിട്ട് മധ്യപ്രദേശിലേക്ക് കയറിയിരിക്കുകയാണ്. മധ്യപ്രദേശിൽ അടുത്താൻ വരാൻ പോകുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഒരു ടൗൺ സിറ്റി എന്ന് പറയുന്നത് റത്ലാമാണ്. റത്ലാം സന്തോഷമായിട്ട് നമുക്ക് മധ്യപ്രദേശിൽ കുറച്ചും കൂടെ വില കൊടുത്ത് പെട്രോൾ വാങ്ങിക്കാം. എത്ര താഴെ പോകുന്നോ അത്രയും വില കൂടിക്കൊണ്ടിരിക്കും പെട്രോളിൻ്റെ. അതാണ് അതിൻ്റെ ഒരു കോൺസെപ്റ്റ്. സോ റത്ലാമിലേക്ക് വഴി നോക്കി പോവാണ്. നല്ല മഴയുണ്ട് വഴിയിൽ. പക്ഷേ ഇതാ മുംബൈ കാണുന്ന ഈ ഒരു റോഡില്ലേ, ഇതാണ് നാഷണൽ എക്സ്പ്രസ് വേ 4 ഡൽഹി ടു വഡോദര എക്സ്പ്രസ് വേ ആണ്. എന്തായാലും നമുക്ക് ഇതിനകത്തൊന്നും കയറാൻ പറ്റില്ല, ഇത് നമുക്കൊന്നും പറഞ്ഞിട്ടുള്ളതല്ല, ഇത് എക്സ്പ്രസ് വേ ആണ്. സോ ഇതൊരു വളരെ ഒരു ഫസ്റ്റ് എക്സ്പ്രസ്, വൺ ഓഫ് ദ ഫസ്റ്റ് എക്സ്പ്രസ് വേ ആയിരുന്നു ആക്ച്വലി ടു ബി മെയ്ഡ് ദി വഡോദര എക്സ്പ്രസ് വേ. Bring me into golden sun.
in a crazy love, moving through me like a wildfire, like a wildfire. Never the same. സോ നല്ലൊരു ഫുഡ് കഴിച്ചതിന് ശേഷം യാത്ര തുടരാനുള്ള സമയമായിരിക്കുന്നു. സോ ഗായ്സ്, നമ്മളിപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ് നർമ്മദ എന്ന നദി. വൺ ഓഫ് ദ വെരി ഫേമസ് നദികളാണ് ഇന്ത്യയുടെ. ഐ തിങ്ക് ഇത് ഓൺലി റിവർ വിച്ച് ഫ്ലോസ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. ഇവിടെ ഈ സമയത്താണ് ഡ്രോൺ പറക്കേണ്ടത്. പക്ഷേ 323 കിലോമീറ്റർ 6 മണിക്കൂറുണ്ട് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക്. ഈ ഡ്രോണൊക്കെ പറത്തിക്കൊണ്ട് നടക്കും. ഈ പാപി ചെല്ലുന്നിടം പാതാളം എന്ന് പറയുന്നതാണ് എൻ്റെ അവസ്ഥ. കഴിഞ്ഞ 3 ദിവസമായിട്ട് വെറും മഴ മാത്രമേ ഉള്ളൂ കൂടെ. ഈ പെയ്യും മഴയിൽ എപ്പോഴാണോ ഞാൻ വീട്ടിൽ എത്തുക? സോ ഗൈസ്, ഇനി ഔറംഗാബാദിന് അണ്ടർ 4 hours റൈഡിംഗ് ഉണ്ട്, 205 കിലോമീറ്റേഴ്സ്. സോ ആസ് യു ക്യാൻ സീ ഓൾമോസ്റ്റ് നൈറ്റ് ടൈം സെറ്റ് ആവാൻ ആയി കഴിഞ്ഞു. സാധാരണഗതിയിൽ ഞാൻ ഇങ്ങനത്തെ ഒരു ടൈം ആകുമ്പോഴത്തേക്കും ഞാൻ സാധാരണ ഒരു സ്റ്റോപ്പ് എടുക്കും, ഒരു നല്ലൊരു ബ്രേക്ക് എടുക്കും, ഒരു 10-15 മിനിറ്റ്. റീസൺ എന്ന് വെച്ചാൽ യു ഷുഡ് ഗിവ് യുവർ ഐസ് ദ ടൈം ടു ഗെറ്റ് യൂസ് ടു ദ ലൈറ്റ് ചേഞ്ചിങ് ഫ്രം ഡേ ടൈം ടു അത് ചെയ്യാതെ നമ്മൾ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ യു വിൽ ഹാവ് ലോട്ട് ഓഫ് ഇൻഡ്യൂഷൻസ്. എനിക്കിത് പല പ്രാവശ്യം നടന്നിട്ടുണ്ട്. ഇനി നമ്മൾ നൈറ്റ് ടൈമിലേക്കാണ് റൈഡ് ചെയ്യുന്നത്, മേ ബി 1 hour ഉള്ളായിരിക്കും, അല്ലെങ്കിൽ ഹാഫ് ആൻ അവർ ഉള്ളായിരിക്കും. പക്ഷേ ആ ട്രാൻസിഷൻ, ഇഫ് യു ഡോണ്ട് ഗിവ് ഇനഫ് ടൈം, suddenly you will be moving and you will not be able to understand the lights which are there in front of you. അതുകൊണ്ട് നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. One eternity later. നൈറ്റ് ടൈം തോന്നുന്നു ഉണ്ട് നല്ലപോലെ. അതുകൊണ്ട് ലൈറ്റ് ലാമ്പ് പോസ്റ്റൊക്കെ ഉണ്ട്. അതിൻ്റെ അർത്ഥം ഈ നൈറ്റ് റൈഡിങ് സ്റ്റാർട്ട് ആവുകയാണ്. ചെറിയൊരു വിശ്രമത്തിന് ശേഷം ബൈക്ക് പിന്നെയും ഹൈവേയിലേക്ക്. രാത്രി സമയങ്ങളിലുള്ള ബൈക്ക് റൈഡ് എനിക്ക് ഹരമാണ്. പക്ഷെ ഇന്ന് ഈ രാത്രിയിലെ ബൈക്ക് റൈഡ് അങ്ങനെയല്ല. കാരണം അടുത്ത എപ്പിസോഡിൽ ഞാൻ വിവരിക്കാം. ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം ഓഡിയോ വീഡിയോയിൽ പതിക്കാത്തത് കൊണ്ട് ഇന്നത്തെ രാത്രി ഇങ്ങനെ അവസാനിക്കും. വീണ്ടും നാളത്തെ ഒരു യാത്രയ്ക്ക് വേണ്ടി.